ട്രേഡിംഗിൽ നഷ്ടപ്പെട്ട പണം തിരിച്ചുകിട്ടാൻ യുവാവിനെ ബന്ദിയാക്കിയ കേസിൽ 5 അംഗ സംഘം പേർ മലപ്പുറത്ത് അറസ്റ്റിൽ. അമിത ലാഭം പ്രതീക്ഷിച്ച് ലക്ഷങ്ങൾ നിക്ഷേപിക്കുകയും പിന്നീട് പണം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് നിക്ഷേപം സ്വീകരിച്ച യുവാവിനെ തടവിൽ പാർപ്പിച്ച് ബന്ധുക്കളോട് വിലപേശൽ നടത്തിയെന്നാണ് എടവണ്ണ പോലീസ് നൽകുന്ന വിശദീകരണം. എടവണ്ണ ഐന്തൂർ സ്വദേശികളായ മണ്ണിൽക്കടവൻ അജ്മൽ, താനിയാട്ടിൽ ഷറഫുദ്ദീൻ, പത്തിപ്പിരിയം സ്വദേശി ചെറുകാട് അബൂബക്കർ, കണ്ടൽപ്പറ്റ സ്വദേശി വലിയ പീഡേക്കൽ ഷറഫുദ്ദീന്റെ തടിമില്ലിലെ ജീവനക്കാരൻ കണ്ടൽപ്പറ്റ വലിയ പറമ്പിൽ വിപിൻ ദാസ് എന്നിവരെയാണ് എടവണ്ണ സബ് ഇൻസ്പെക്ടർ അബ്ദുൽ അസീസും പ്രത്യേക അന്വേഷണ സംഘവും ചേർന്ന് പിടികൂടിയത്. കാളികാവ് ഐലാശ്ശേരി സ്വദേശിയായ 24-കാരൻ ഓൺലൈൻ ഷെയർ മാർക്കറ്റ് ട്രേഡിംഗിൽ പണം നിക്ഷേപിച്ചാൽ വൻ ലാഭം നേടിയെടുക്കാമെന്ന് പറഞ്ഞ് പ്രതികളിൽ നിന്നും ലക്ഷങ്ങൾ നിക്ഷേപം വാങ്ങിയിരുന്നു. 1 ലക്ഷം രൂപയ്ക്ക് പ്രതിമാസം 10,000 രൂപയായിരുന്നു വാഗ്ദാനം. ആദ്യ മാസങ്ങളിൽ കൃത്യമായി ലാഭവിഹിതം ലഭിച്ചു. പിന്നീട് പണം ലഭിക്കാതെയായപ്പോൾ പ്രതികൾ നിക്ഷേപ സംഖ്യ ആവശ്യപ്പെട്ട് യുവാവിനെ സമീപിക്കുകയായിരുന്നു. എന്നാൽ പല സമയത്തും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ഇയാൾ ഒഴിഞ്ഞു മാറി. ഇതോടെ യുവാവിനെ തട്ടിക്കൊണ്ടുപോകാൻ പ്രതികൾ പദ്ധതി തയ്യാറാക്കി. തുടർന്നാണ് ബിസിനസ് സംസാരിക്കാനാണെന്ന് പറഞ്ഞ് അജ്മലിന്റെ ഐന്തൂരിലേക്കുള്ള വീട്ടിൽ യുവാവിനെ വിളിച്ചു വരുത്തുന്നത്. ഇവിടെ എത്തിയ പ്രതികൾ യുവാവിന്റെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും കൈവശപ്പെടുത്തി മുറിയിൽ പൂട്ടിയിട്ടു. ബന്ധുക്കൾക്ക് സംശയം തോന്നാതിരിക്കാൻ സുഹൃത്തിന്റെ വീട്ടിലാണെന്നും സുരക്ഷിതനാണെന്നും പറഞ്ഞ് യുവാവിന്റെ വീട്ടിലേക്ക് വിളിപ്പിക്കുകയും ചെയ്തു. എന്നാൽ പണം ലഭിക്കാതായതോടെ പ്രതികൾ യുവാവിന്റെ ഫോണിൽ നിന്നും ബന്ധുക്കളെ വിളിച്ച് സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു. തങ്ങളുടെ കസ്റ്റഡിയിലാണെന്നും വിട്ടുകിട്ടണമെങ്കിൽ പണം വേണമെന്നായിരുന്നു പ്രധാന ആവശ്യം. വണ്ടൂരിലേക്ക് വരാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് യുവാവിന്റെ പിതാവും സഹോദരി ഭർത്താവും ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ ഇവിടെ എത്തിയെങ്കിലും പ്രതികൾ മറ്റൊരു സ്ഥലത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടു. ഇതോടെ പരിഭ്രാന്തരായ ബന്ധുക്കൾ വണ്ടൂർ സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് പോലീസിന്റെ സംയോജിതമായ ഇടപെടലിൽ പ്രതികളെ കസ്റ്റഡിയിലെടുക്കുന്നത്. സംഘം ചേർന്ന് തട്ടിക്കൊണ്ടുപോകൽ, അന്യായമായി തടങ്കലിൽ വെക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പലരിൽ നിന്നുമായി 5 കോടിയോളം രൂപ നിക്ഷേപമായി യുവാവ് സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച പ്രാഥമിക വിവരം. മലബാർ ടൈംസ്, നിലമ്പൂർ.